എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഇവരെ പോലുള്ള വളരെ പ്രഗത്ഭരായിരുന്ന, പാർട്ടിയോട് കൂറുണ്ടായിരുന്നു ഒരുപാട് പ്രവർത്തകരും നേതാക്കളെയും കൊണ്ട് സമ്പന്നമായ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അത് പഴയ കാലത്തും, ഞാൻ പഴയ കാലത്ത് മാത്രമാണ് എന്ന് പറയുന്നു, ഈ കാലത്തും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകണമെന്ന് ആഗ്രഹിക്കാത്ത, ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ, ഒരു സമ്മേളനം വന്നാൽ മുഴുവൻ സമയവും പാർട്ടിക്ക് വേണ്ടി മുഴുവൻ മാറ്റിവെക്കുന്ന എത്രയോ പ്രവർത്തകർ ഉള്ള പ്രസ്ഥാനമാണ് നമ്മുടെ. ഇവിടെ ഇരിക്കുന്ന, ഇവിടെ വന്നിരിക്കുന്ന, കൂടിയിരിക്കുന്ന എത്ര പേർക്ക് സ്ഥാനമാനങ്ങളോട് മോഹമുണ്ട്? ചിലപ്പോൾ സ്റ്റേജിലിരിക്കുന്ന ഞങ്ങൾക്കുണ്ടാവും, കുറച്ചു പേർക്ക് അപ്പുറത്തിരിക്കുന്നവർക്കുണ്ടാവും. അതിനപ്പുറത്തേക്കുള്ള വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും ഈ മൂവർണ്ണ കൊടിയുടെ കീഴിൽ നിൽക്കണം, ജീവിതാവസാനം വരെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള രണ്ട് നേതാക്കളായിരുന്നു നമ്മുടെ KCKയും ഉണ്ണിയേട്ടനും. ഒരു കാലഘട്ടത്തിൽ ഇവിടെ നടന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അടികിട്ടുന്ന കാലത്താണ് ഇവരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. തൻ്റെ ഇടത്തോടെ തല ഉയർത്തി ഞാൻ കോൺഗ്രസ് ആണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞ് ഇവിടുത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള INTUC എന്ന പ്രസ്ഥാനത്തെ ഇവിടുത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാക്കി മാറ്റിയ ആളാണ് KC, അല്ലേ? ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാക്കി INTUCയെ മാറ്റിയ ആളാണ്. അന്നത്തെ കാലം ആരുടെയും മുന്നിൽ കീഴടങ്ങില്ലായിരുന്നു. ആകാരം കൊണ്ടും, രണ്ടുപേരും അങ്ങനെയാണ്, ആകാരം കൊണ്ടും, അല്ലേ, തലയെടുപ്പോടുകൂടി നടന്ന ആളുകളാണ് എല്ലാവരുടെയും മുമ്പിൽ. KC ആണെങ്കിൽ കുറെ കളരിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും അറിയാം. KCക്ക് പിന്നെ ഫുട്ബോൾ ഉണ്ടായിരുന്നു, അല്ലേ, ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളിൽ കാളപ്പൂട്ടുണ്ടായിരുന്നു, കാളകൂട്ടിന്റെ കമ്പമായിരുന്നു. ശരിക്ക് ആളുകളൊന്ന് വന്ന് നിന്നാൽ, എന്നോടൊരാൾ പറഞ്ഞത്, മാർക്കറ്റിൽ ചെറിയ സംഘടനകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുളി എടുത്ത ആളുകൾ എറിയ വരുന്നതാണ്. സംഘടനകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ അങ്ങനെ എല്ലാത്തിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ, ഇല്ലെങ്കിൽ അന്ന് നിൽക്കാൻ പറ്റാത്തൊരു കാലത്താണ്. ഇപ്പോഴത്തെ കാലങ്ങളിൽ ഇപ്പോൾ നിന്നുള്ളത് ആരും തൊടാൻ പറ്റില്ല, ആര് വരാൻ ഇല്ലേ? അന്നത്തെ കാലത്ത് പ്രസ്ഥാനത്തെ സംഘടിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളികളെ നേരിടേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഇവരെല്ലാം പ്രവർത്തിച്ചത്. അവരെ അനുസ്മരിക്കുക, അവരെ ഓർക്കുക എന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഇടയിൽ ഇപ്പോഴും KCK പോലെ, ഉണ്ണിയേട്ടനെ പോലുള്ള ഒരുപാട് പ്രവർത്തകരും നല്ല നേതാക്കന്മാരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ അവരെ കാണാതെ പോകരുത് എന്നാണ് നേതൃത്വത്തിലിരിക്കുന്ന ഞാനടക്കമുള്ള എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം. അവർക്കൊരു വികാരമുണ്ട്, പാർട്ടിയോടാണ് അവരുടെ വികാരം മുഴുവൻ, അവരുടെ സ്നേഹം മുഴുവൻ ഈ പ്രസ്ഥാനത്തോടാണ്. നമ്മുടെ പാർട്ടിക്ക് ഒരു തോൽവി ഉണ്ടായാൽ, ഒരു പരാജയമുണ്ടായാൽ, നേതാക്കന്മാർ തമ്മിൽ തർക്കമാണ് എന്ന് കേട്ടാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഒരുപാട് പാവം പാർട്ടി പ്രവർത്തകരുടെ പ്രസ്ഥാനമാണ് നമ്മുടെ.